അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അൻആമിൻ്റെ 94-ാമത്തെ ആയത്ത് മുതൽ ഖത്മുൽ ഖുർആൻ്റെ 68-ാമത്തെ ക്ലാസ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ جِئْتُمُونَا فُرَادَى كَمَا خَلَقْنَاكُمْ أَوَّلَ مَرَّةٍ وَتَرَكْتُمْ مَا خَوَّلْنَاكُمْ وَرَاءَ ظُهُورِكُمْ وَلَقَدْ جِئْتُمُونَا فُرَادَى كَمَا خَلَقْنَاكُمْ أَوَّلَ مَرَّةٍ. അവിടെ നിർത്തുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ അവ്വല മറ. وتركتم ما خولناكم وراء ظهوركم وتركتم ما സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ഇവിടെ സുക്കൂനുണ്ടോ? വതറക്തും എന്നതിന് ശേഷം മീമാണുള്ളത്. മീമിന് പ്രത്യേകിച്ച് ചിഹ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെന്താണ്? സുക്കൂനാണ്. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് തന്നെയാണ് വന്നതെങ്കിൽ ഇദ്ഗാമും ബിഗുന്നയാണ് മീമിൻ്റെ നിയമങ്ങളിൽ. സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ വേറെയാണ്, സുക്കൂനുള്ള നൂനിൻ്റെ നിയമങ്ങൾ വേറെയാണ്. നൂനും തൻവീനും ഒരുപോലെയാണ്. അപ്പോൾ മീമിൻ്റെ ശേഷം മീമ് തന്നെയാണ് വന്നതെങ്കിൽ ആദ്യത്തെ മീമ് പറയാതെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൊടുത്തിട്ട് രണ്ടാമത്തെ മീമാണ് പറയുന്നത്. ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. ബ പ്ലസ് ബ എന്നുള്ളതാണ് ബ, ശബ്ദമുള്ള ബ ആയിട്ട് മാറും. അതുപോലെയാണ് മീമ് മ പ്ലസ് മ എന്നുള്ളത് മ ആയിട്ട് മാറും. ശബ്ദമുള്ള മീമ്, ശബ്ദമുള്ള നൂന് ഇതൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് മണിക്കുകയും ചെയ്യണം. അപ്പോൾ വതറക്തും മാ ഖവ്വൽനാകും, അത് ഇവിടെ നിന്നല്ല, ശബ്ദുള്ള മീമ് എവിടെ കണ്ടാലും ശബ്ദുള്ള നൂന് എവിടെ കണ്ടാലും ഒന്ന് ജസ്റ്റ് ഒന്ന് മണിക്കുക. അതുപോലെ തന്നെയാണ് മീമിൻ്റെ നിയമങ്ങൾ. മീമിൻ്റെ ശേഷം സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ മീമിനെ മറച്ച് മണിക്കുകയും ചെയ്യണം. ബാക്കിയുള്ള മീമിൻ്റെ ശേഷം സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാക്കി ഏത് അക്ഷരം വന്നാലും ആ മീമിനെ വളരെ വ്യക്തമായിട്ട് സുക്കൂനോടുകൂടെ പറയുകയും ചെയ്യണം. സുക്കൂനോട് പറയണം എന്നതിൻ്റെ സ്ഥലത്തൊക്കെ എന്തുണ്ടാവും? മീമിന് പ്രത്യേകമായിട്ട് സുക്കൂൻ്റെ ചിഹ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുക, അവിടെ മീമിനെ വ്യക്തമാക്കേണ്ട സ്ഥലമാണ്. അതേ സ്ഥാനത്ത് ഇവിടെ നിർത്തിയ ഓതുകയാണെങ്കിൽ എന്ന സ്ഥലത്ത് നിർത്തി ഓതുകയാണെങ്കിൽ അപ്പോൾ പിന്നെ മീമ് വരും. ഉദാഹരണത്തിന് അവ്വല മറത്തിൻ വതറക്തും. ഇനി ഓതുമ്പോൾ മാ ഖവ്വൽനാകും വറാഅ ളുഹൂരികും. അവിടെ നിർത്തണം എന്നല്ല പറഞ്ഞ്, അഥവാ ഞങ്ങനെ ഓതി പോരുന്ന സമയത്ത് അവിടെ നിർത്തേണ്ടി വന്നാൽ ശ്വാസം എന്ത് ചെയ്തു? അവിടെ എന്ത് ചെയ്തു? പിന്നെ വിടേണ്ടി വന്നാൽ അപ്പം എന്ത് ചെയ്യാം? അപ്പോൾ അവിടെ നിർത്തുകയാണ്. അപ്പോൾ നിർത്തുമ്പോൾ അവിടെ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ആ മീമ് വ്യക്തമാക്കേണ്ടി വരും. അപ്പോൾ മീമിൻ്റെ നിയമങ്ങൾ ഓർമ്മയിലുണ്ടാകണം. ഇനി ഇപ്പം മീമിൻ്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ് നിയമം. കൂട്ടി യോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക. മീമിൻ്റെ ശേഷം ബ വന്നാൽ മറച്ച് മണിക്കുകയും ചെയ്യുക. മീമിൻ്റെ ശേഷം ബാക്കിയുള്ള 26 അക്ഷരങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 28 അക്ഷരമാണ് അറബിയിലുള്ളത്. മീമിൻ്റെ ശേഷം മീമ് വന്നു, അപ്പോൾ 27 ആയി. മീമിൻ്റെ ശേഷം ബ വന്നാൽ അപ്പോൾ അതും എന്ത് ചെയ്തു? ഒന്ന് പോയി. അപ്പോൾ 26 അക്ഷരമാണുള്ളത്. ഈ 26 അക്ഷരങ്ങൾ ഏത് വന്നാലും മീമ് വ്യക്തമാക്കി പറയണം. അത് പലപ്പോഴും അറിയാതെ അത് ചിലപ്പോൾ എന്ത് ചെയ്യും? ഇഖ്ഫ ആകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ പോരാ, വ്യക്തമാക്കി ഉച്ചരിക്കുകയും ചെയ്യണം. അതാണ് മീമിൻ്റെ നിയമങ്ങൾ. അപ്പോൾ മീമ് പറയാതെ, മീം വ്യക്തമാക്കാതെ അടുത്ത അക്ഷരം പറയരുത് എന്നർത്ഥം. ഉദാഹരണത്തിന് കമാ ഖലഖ്നാകും അവ്വല മറ. അവിടെ കണ്ടില്ല, മീമിന് വ്യക്തമായ സുക്കൂനിൻ്റെ ചിഹ്നമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ശേഷമുള്ളത് ബഉം മീമും അല്ലാത്തത് കൊണ്ടാണ് വ്യക്തമായിട്ടുള്ള സുക്കൂൻ്റെ ചിഹ്നം വന്നിട്ടുള്ളത്. അപ്പം അത് വ്യക്തമാക്കണം. ഖലഖ്നാകും എന്ന് പറയുമ്പം ചുണ്ട് രണ്ടും പൂട്ടിയിരിക്കണം. അവ്വല മറത്തിൻ
كما خلقناكم أول مرة وتركتم ما خولناكم وراء ظهوركم. അവിടെ എന്ത് ചെയ്യണം? മീം വ്യക്തമാക്കണം. മാ ഖവ്വൽനാകും വറാഅ ളുഹൂരിക്കും. ഖവ്വൽനാകും വ എന്ന് പറഞ്ഞാൽ പോരാ, അപ്പോൾ അത് ഒരു മറിച്ച് മണിക്കുന്ന പോലെ ആകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മീമിൻ്റെ നിയമങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് കാണുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാം, മൊബൈലിലേക്ക് നോക്കുന്നവരും നോക്കാത്തവരും എന്ന് പറഞ്ഞാൽ ഖുർആനിലേക്ക് നോക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ ആളുകളിലേക്ക് എത്താനൊക്കെ സഹായകരമാകും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. താല്പര്യമുള്ളവർ ജോയിനൊക്കെ ചെയ്യുക. താഴെ ജോയിൻ്റെ ബട്ടണൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ കൂടുതൽ നമ്മുടെ അനുവദനീയമായ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. وما نرى معكم شفعاءكم الذين زعمتم أنهم فيكم شركاء. അവിടൊക്കെ എന്ത് ചെയ്യണം, ഇവിടൊക്കെ മീമ് വ്യക്തമാക്കേണ്ട സ്ഥലമാണ്. കാരണം മീമിന് സുക്കൂന്റെ ചിഹ്നം അവിടെയുണ്ട്. സഅംതും അന്നഹും ഫീകും ശുറകാ الذين زعمتم أنهم فيكم شركاء لقد تقطع بينكم ദാൽ ഉച്ചരിക്കുകയില്ല, ദാലിനെ തായിലേക്ക് ഇദ്ഗാം ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇത് നൂനിൻ്റെ മീമിൻ്റെ നിയമങ്ങളൊന്നുമല്ല. ഇതെന്ത് ചെയ്യും, ആ ഇദ്ഗാം അവിടെ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, മണിക്കൊന്നും ചെയ്യണ്ട. ലഖത്ത ത ആണ് ഉച്ചരിക്കണം, ദാൽ ഉച്ചരിക്കരുത്. ദാൽ അവിടെ പിന്നെ ഉള്ളതുപോലെ തന്നെ അവിടെ തോന്നാൻ പാടില്ല, അവിടെ ഇല്ലാത്തതുപോലെ പറയുക. തന് ശബ്ദ കൊടുക്കുക. ലഖദ് തഖത്തഅ ബൈനകും وضل عنكم ما كنتم تزعمون وضل عنكم ما ആദ്യത്തെ മീമ് പറയുകയില്ല. عنكم ما كنتم تزعمون ولقد جئتمونا فرادا كما خلقناكم أول مرة وتركتم ما خولناكم وراء ظهوركم وما نرى معكم شفعاءكم الذين زعمتم أنهم فيكم شركاء لقد تقطع بينكم وضل عنكم ما كنتم تزعمون إن الله فالق الحب شد الله نون وأنه مണിക്കണം. إن الله فالق الحب والنوى. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഓത്തുകളൊക്കെ എന്ത് ചെയ്യും, ഒന്ന് മനോഹരമാകും. നമ്മൾ ഓത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കഴിവിൻ്റെ പരമാവധി വിശുദ്ധ ഖുർആൻ ഒന്ന് മനോഹരമാക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വമുഖ്രിജുൽ മയ്യിതി മിനൽ ഹയ്യ് ദാലികുമുല്ലാഹു ഫഅന്നാ തുഫകൂൻ ومخرج الميت من الحي. അവിടെ യാന് ശബ്ദുണ്ട്. മിനൽ ഹൈ പറഞ്ഞാൽ പോരാ, ഹൈ എന്ന് പറയുമ്പോൾ യാന് ശബ്ദ് സുക്കൂന് മാത്രമേ ഉള്ളൂ, അവിടെ ശബ്ദ് ഉണ്ടാകണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിനൽ ഹൈ. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ
يخرج الحي من الميت ومخرج الميت من الحي ذلكم الله فأنا تؤفكون 96 فالق الإصباح وجعل الليل سكنا والشمس والقمر حسبانا തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ഹിനെ അവസാനിപ്പിക്കേണ്ടത് വൽഖമറ ഹുസ്ബാന. ഹുസ്ബാൻ എന്ന് പറയരുത്, ഹുസ്ബാന. ഹുസ്ബാനൻ എന്നും പറയരുത്. ذلك تقدير العزيز العليم فالق الإصباح وجعل الليل سكنا والشمس والقمر حسبانا ذلك تقدير العزيز العليم وهو الذي جعل لكم النجوم لتهتدوا لكم ശദ്ദുള്ള നൂനാണ്. അതിന് പറയാൻ നിൽക്കണ്ട. നമ്മൾ എവിടെ കണ്ടാലും എപ്പോൾ ഓതുമ്പോഴും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. അല്ലേ? അവിടൊക്കെ ശബ്ദമുള്ള നൂനുണ്ട്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. وهو الذي جعل لكم النجوم لتهتدوا بها في ظلمات البر والبحر قد فصلنا الآيات لقوم يعلمون وهو الذي جعل لكم النجوم لتهتدوا بها في ظلمات البر والبحر قد فصلنا الآيات لقوم يعلمون وهو الذي أنشأكم من نفس واحدة فمستقر ومستودع قد فصلنا الآيات لقوم يفقهون. ഇവിടെ ഈ ആയത്തൊന്ന് ശ്രദ്ധിക്കുക. وهو الذي أنشأكم من نفس واحدة. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധ വിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് മദ്ദുകളെ കുറിച്ച് ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, പ്രത്യേകമായിട്ട് മദ്ദുകളെ കുറിച്ച് ആക്കുക അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ നമ്മൾ മീമിൻ്റെ നിയമങ്ങൾ പറഞ്ഞു. ഇനി നൂനിൻ്റെ നിയമങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കണം. നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തെൻവീന്, നൂനോ തെൻവീനോ അവകൾക്ക് ശേഷം ബ വന്നാൽ നൂനിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ തെൻവീനിൻ്റെ സ്ഥാനത്ത് മീമ് കൊടുക്കണം. ഇനി തെൻവീനിൻ്റെ അതിൻ്റെ പേരാണ് ഇഖ്ലാബ് എന്ന് പറയാം. ഇനി നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം രണ്ടാലൊന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ശേഷം ലാമോ റോ ആണ് വന്നതെങ്കിൽ നേരെ നൂന് പറയാതെ ലാമിന് കട്ടി കൊടുത്തുകൊണ്ട് റോയിന് കട്ടി കൊടുത്തുകൊണ്ട് കൂട്ടിയോജിപ്പിക്കുക, മണിക്കൊന്നും ചെയ്യേണ്ട. അതുപോലെ തന്നെയാണ് നൂനിൻ്റെ ശേഷം തെൻവീനിൻ്റെ ശേഷം നൗമി, നൂന് വാവ് മീമി എന്നീ അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ നൂനിനെ തെൻവീനിനെ അടുത്ത ഈ 4 അക്ഷരത്തിലേക്ക് ഏതെങ്കിലും ഒരു അക്ഷരത്തിലേക്ക് കൂട്ടിയോജിപ്പിച്ച് മണിക്കുകയും ചെയ്യുക. ഇത് ആമും ബിലാവുന്ന എന്ന് പറഞ്ഞാൽ മണിക്കണ്ട, ഇവിടെ മണിക്കുകയും ചെയ്യണം. അവിടെ കൂട്ടിയോജിപ്പിക്കണം, ഇവിടെയും കൂട്ടിയോജിപ്പിക്കലുണ്ട്, പക്ഷേ ഇവിടെ മണിക്കണം. ഇത് ആമും ബിലാവുന്ന. ഇനി നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം 6 അക്ഷരങ്ങളായ ഹംസ, ഐന്, ഓയിന് ഈ 6 അക്ഷരങ്ങൾ വന്നാൽ നൂന് തെൻവീന് വ്യക്തമായിട്ട് ഉച്ചരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ മീമിൻ്റെ നിയമങ്ങൾ മീം വ്യക്തമാക്കണം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ 6 അക്ഷരങ്ങളാണ്. അവിടെ ഇൽഹാറിൻ്റെ മീമിൻ്റെ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ 26 എണ്ണമാണ്. ഇവിടെ 6 അക്ഷരമാണ് വന്നിട്ടുള്ളത്. ഇതല്ലാത്ത ബാക്കിയുള്ള 15 അക്ഷരങ്ങൾ ഏത് വന്നാലും ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിക്കണം. ന്യൂനിൻ്റെ നിയമങ്ങളാണ്. വഹുവല്ലദീ അൻശഅകും നൂനിൻ്റെ ശേഷം ഷീൻ വന്നു, ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. ബ അല്ല, ലാമു റാവുമല്ല, നൗമിയല്ല, ഹംസ, ഹ, ഐന്, ഗൈന് ഇതൊന്നുമല്ല. ബാക്കി 15 അക്ഷരത്തിൽപ്പെട്ടതാണ്.
അൻശഅകും അവിടെ എന്ത് ചെയ്യണം? മീമിനെ അടുത്ത മീമിലേക്ക്, മീമിൻ്റെ നിയമമാണ്. അതിന് ശേഷം മിൻ നഫ്സ് നൂനിൻ്റെ ശേഷം സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം നൗമി, നൂന് വാവ് മീമ് യാ, അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ കൂട്ടി യോജിപ്പിക്കുക. ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യണം. മിന്ന പറ മിൻ നഫ്സി വാഹിദ അവിടെ തൻവീനിൻ്റെ ശേഷം വാവ് വന്നു. അപ്പം എന്ത് ചെയ്യണം? നൗമി നൂന് വാവ് മീമ് യാ, അവിടെയും അതുപോലെ തന്നെ മിൻ നഫ്സി വാഹിദ, മിൻ നഫ്സി എന്ന് പറയുന്നത് നഫ്സി വാഹിദ, മിൻ നഫ്സി വാഹിദത്തിൻ ഫമുസ്തഖർ അവിടെ എന്ത് ചെയ്യണം? തൻവീനിൻ്റെ ശേഷം ഫ ആണ്, ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. അപ്പോൾ വാഹിദത്തിൻ ഫമുസ്തഖർ വമുസ്തൗദഅ അവിടെ എന്ത് ചെയ്യണം? തൻവീനിന് ശേഷം വാവാണ്, ഇദ്ഗാമും ബിഗുന്നയാണ്. നൗമി നൂന് വാവ് മീമ് യാ, ഫമുസ്തഖർ വമുസ്തൗദഅ ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമിൻ യഫ്ഖഹൂൻ. ഫസ്സൽനൽ അവിടെ കൂട്ടി വെച്ച് ഫസ്സൽന എന്നാണുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്സൽന എന്നാണുള്ളത്, നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം അവിടെ സുക്കൂന് വന്നു. അപ്പോൾ പിന്നെ നീട്ടുകയില്ല, അല്ലെങ്കിൽ സുക്കൂനോ ശ്രദ്ധ വന്നാൽ അവിടെ നീട്ടുകയില്ല. അതിന് ശേഷം ലാമിൻ്റെ അവിടെ ഫസ്സൽനൽ കഴിഞ്ഞിട്ട് റംസ വന്നു, ലാമിൻ്റെ ഇടയിലാണ്. ഇടയിൽ വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? ആ എന്ന് ചെറിയൊരു നീട്ടിൽ നീട്ടണം. ആയാതി ലിഖൗമിൻ യഫ്ഖഹൂൻ. وهو الذي أنزل من السماء ماء فأخرجنا به نبات كل شيء فأخرجنا منه خضرا. منه നൂനിൻ്റെ ശേഷം ഹ വന്നു. ഹ വന്നാൽ എന്ത് ചെയ്യണം? ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കണം. മിൻഹു മിൻ നൂനിൻ്റെ വ്യക്തമാക്കണം. ഹംസ ഹ ആണ് വന്നിട്ടുള്ളത്, വ്യക്തമാക്ക ഇദ്ഹാറാണ്. ഖാദിറൻ തൻവീനിൻ്റെ ശേഷം നൂന് വന്നു. എന്താ നിയമം? തൻവീനിൻ്റെ ശേഷം നൂന് വന്നാൽ എന്താണ് നിയമം? നൂനിൻ്റെ ശേഷമോ തൻവീനിൻ്റെ ശേഷമോ നൂന് വന്നാൽ എന്താ നിയമം? അവിടെ എന്ത് ചെയ്യുക? എല്ലാവരും എന്ത് ചെയ്യുക? ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഖാദിറൻ നുഖ്രിജു മിൻഹു ഹബ്ബൻ മുതറാകിബ അവിടെയും അത് തന്നെ നിയമം. ومن النخل من طلعها قنوان دانية ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ومن النخل من طلعها قنوان دانية ഇവിടെ നൂനിൻ്റെ ശേഷം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം വാവാണ് വന്നിട്ടുള്ളത്. ഇവിടെ എന്ത് ചെയ്യണം? قنوان دانية ومن النخل من طلعها قنوان دانية ഈ നൂനിൻ്റെ ശേഷം വാവ് വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. പക്ഷേ ഇവിടെ ആ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ ഓതേണ്ടത്. ഇവിടെ ഇങ്ങനെയാണ് ഓതേണ്ടത്, ഈ പദം ഇങ്ങനെയാണ് ഓതേണ്ടത്. നൂനിനെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഓതേണ്ടത്. നൂനിൻ്റെ ശേഷം വാവ് വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ് നിയമം. ആ നിയമം ഈ വാക്കിൽ ബാധകമല്ല. ഇതുപോലെ ഫിദ്ദുന്യ നൂനിൻ്റെ ശേഷം അവിടെ യാ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സംശയമാണ്, ഫിദ്ദുയ്യ എന്ന് പറയണ്ടേ, ഇവിടെ ഖിവ്വ എന്ന് പറയണ്ട. ഇവിടെ ഈ വാക്കിനെ വ്യക്തമാക്കേണ്ടതാണ്. ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان مشتبها وغير متشابه انظروا إلى ثمره إذا أثمر وينعه إن في ذلكم لآيات لقوم يؤمنون. لآيات തൻവീൻ ശേഷം ലാമ വന്നു. ലാമ വന്നാൽ ഇദ്ഗാമും ബിലാഗുന്നയാണ്. അപ്പം എന്ത് ചെയ്യണം? لآيات لقوم يؤمنون. ഓരോ പദവും നമ്മൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. അവിടെ നൂനുണ്ടോ, തൻവീനുണ്ടോ, മീമുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യണം? ശബ്ദമുള്ള നൂനുണ്ടോ, മീമുണ്ടോ, നീട്ടാനുണ്ടോ, നീട്ടാനുണ്ടെങ്കിൽ പിന്നെ മദ്ദുണ്ടോ, മദ് ഏതാണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ട് വേണം
പഴയ ഓത്തുകളൊക്കെ നമ്മൾ തൽക്കാലം ഒന്ന് എന്ത് ചെയ്യുക, സാധാരണക്കാരായ ആളുകൾ ഓത്ത് ഇങ്ങനെ പഠിച്ചു വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വേണം പാരായണം ചെയ്യേണ്ടത്. ആരെങ്കിലും അറിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, അത് എന്തും ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ഓതേണ്ട രൂപങ്ങളൊക്കെ അവർക്ക് അറിയാം. പക്ഷെ അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യണ്ട, ചില ഓത്ത് കുറച്ച് സ്പീഡ് കൂടിയതിലുണ്ടാവും, അതിനൊന്നും കുഴപ്പമില്ല. കുറച്ച് വളരെ സ്ലോ ആയിട്ട് ഓതുന്നവരുണ്ടാവും, അതിനും കുഴപ്പമില്ല. പക്ഷേ നിയമത്തിൻ്റെ അനുസരിച്ച് ഓതുന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഓതുമ്പോൾ സാധാരണക്കാരെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ അധികം ആളുകളും. അപ്പോൾ നമ്മളൊക്കെ ഓതുമ്പോൾ വളരെ സ്ലോവിൽ സാവകാശം ഓതുക. ഇവിടെ തെൻബീൻ്റെ ശേഷം ഒന്ന് ഇദ്ഗാം ബിഗുന്നയുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കാതെ പോകരുത് എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ലിഖൗമി യുഅ്മിനൂൻ وهو الذي أنزل من السماء ماء فأخرجنا به نبات كل شيء فأخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان مشتبها وغير متشابه والرمان مشتبها وغير متشابه انظروا إلى ثمره إذا أثمر وينعه إن في ذلكم لآيات لقوم يؤمنون. وجعلوا لله شركاء الجن وخلقهم وخرقوا له بنين وبنات بغير علم سبحانه وتعالى عما يصفون. وجعلوا لله شركاء الجن وخلقهم وخرقوا له بنين وبنات بغير علم سبحانه وتعالى عما يصفون. بديع السماوات والأرض أنى يكون له ولد ولم تكن له صاحبة وخلق كل شيء وهو بكل شيء عليم. ذلكم الله ربكم لا إله إلا هو خالق كل شيء فاعبدوه وهو على كل شيء وكيل. ذلكم الله ربكم لا إله إلا هو لا إله إلا هو خالق كل شيء فاعبدوه. ഫ എന്ന് പറയുന്നത് ഫ വസലിൻ ഹംസയാണ് ഇടയിലുള്ളത്. വസലിൻ ഹംസ ചേർത്ത് വായിക്കുമ്പോൾ പറയുകയില്ല. ഫഅ്ബുദൂ വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير. لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير. قد جاءكم بصائر. ഇവിടെ നേരത്തെ പറഞ്ഞ മീമിൻ്റെ നിയമം, മീമിന് ശേഷം ബ വന്നു. നേരത്തെ എന്താ പറഞ്ഞിരുന്നത്, എന്താണ് നിയമം? ആ നിയമം ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. മീമിൻ്റെ ശേഷം അതെണ്ടെങ്ങനെ ഖദ് ജാഅകും ബസ്വായിർ. ഇവിടെ റായിന് തെർക്കീക്ക് ചെയ്തു, റായിന് നിർത്തിയപ്പോൾ റായിന് സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പ് കെസറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കെസർ റായിന് സുക്കൂന് മുമ്പ് കെസറാണെങ്കിൽ റായിനെ തെർക്കീക്ക് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ബസ്വായിർ എന്നല്ല, ബസ്വായിർ. ഖദ് ജാഅകും ബസ്വായിറു മിർ റബ്ബികും.
അപ്പോൾ അവിടെ നിർത്തിയില്ല. അപ്പം പിന്നെ റാഇന് ദമ്മ ചെയ്തു. ഫമൻ അബ്സറ ഫലിനഫ്സി വമൻ അമിയ ഫഅലൈഹ വമാ അന അലൈക്കും ബിഹഫീൾ. قد جاءكم بصائر من ربكم فمن أبصر فلنفسه ومن عمي فعليها وما أنا عليكم بحفيظ. അന എന്ന് നീട്ടരുത്, അതിൻ്റെ അലിഫിൻ്റെ മുകളിൽ 0 മാർക്കുണ്ട്. وكذلك نصرف الآيات وليقولوا درست ولنبينه لقوم يعلمون. وكذلك نصرف الآيات وليقولوا درست ولنبينه لقوم يعلمون. اتبع ما أوحي إليك من ربك لا إله إلا هو فأعرض عن المشركين. اتبع ما أوحي إليك من ربك لا إله إلا هو وأعرض عن المشركين. ولو شاء الله ما أشركوا وما جعلناك عليهم حفيظا وما أنت عليهم بوكيل. ولو شاء الله ما أشركوا وما جعلناك عليهم حفيظا وما أنت عليهم بوكيل. ولا تسبوا الذين يدعون من دون الله. ولا تسبوا എന്നാണുള്ളത്, നീട്ടാനുള്ളതിന് ശേഷം ലാമിന് ശബ്ദാണുള്ളത്. ലാമിന് എന്നല്ല, ശേഷമുള്ളതിന് അക്ഷരത്തിന് ശബ്ദാണോ അല്ലെങ്കിൽ സുക്കൂനാണെങ്കിൽ ആ നീട്ടൽ ഉണ്ടാവുകയില്ല. നീട്ടാനുള്ള ആ ചിഹ്നം അവിടെ ഉണ്ടെങ്കിലും അത് നീട്ടാതെയാണ് ഓതേണ്ടത്. വലാ തസുബ്ബുല്ലദീന എന്ന് വായിക്കരുത്. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദുവ്വൻ ബിഗൈരി ഇൽം. അവിടെ തൻവീന്റെ ശേഷം ബ ആണ് വന്നിട്ടുള്ളത്, ഉച്ചാരണത്തിൽ ബ ആണ് വന്നിട്ടുള്ളത്. അദുവ്വൻ ബിഗൈരി ഇൽം. كذلك زينا لكل أمة عملهم ثم إلى ربهم مرجعهم فينبئهم بما كانوا يعملون. ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم. كذلك زينا لكل أمة عملهم ثم إلى ربهم مرجعهم فينبئهم بما كانوا يعملون. وأقسموا بالله جهد أيمانهم لئن جاءتهم آية ليؤمنن بها قل إنما الآيات عند الله وما يشعركم أنها إذا جاءت لا يؤمنون. وأقسموا بالله جهد أيمانهم لئن جاءتهم آية ليؤمنن بها قل إنما الآيات عند الله وما يشعركم أنها إذا جاءت لا يؤمنون. ونقلب أفئدتهم وأبصارهم كما لم يؤمنوا به أول مرة ونذرهم في طغيانهم يعمهون. ونقلب أفئدتهم وأبصارهم كما لم يؤمنوا به أول مرة ونذرهم في طغيانهم يعمهون. ഇൻഷാ അല്ലാഹ് 110 വരെയാണ് ഓതിയിട്ടുള്ളത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഓതുക, ആത്മാർത്ഥമായിട്ട് ഓതുക, നല്ല ഇഖ്ലാസോടുകൂടെ ഓതുകയൊക്കെ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ഇഖ്ലാസോടുകൂടെ ക്ലാസ് എടുക്കാനും കേൾക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും ജീവിതത്തിലൊക്കെ പകർത്താനും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ഓതാനൊക്കെയുള്ള തൗഫീഖ് അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ശ്രദ്ധിക്കുക. നമ്മളൊക്കെ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെ ഓരോ ഹർഫുകളും പഠിപ്പിച്ച നമ്മുടെ പൂർവികരായ ഉസ്താദുമാർ, പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയ ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് ഉണ്ട്. അതുപോലെ നമ്മളാക്കിയ മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്നവർ, മരണപ്പെട്ടവർ, അല്ലാഹു തആല ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും ഖുവ്വത്തും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർ, ഉസ്താദുമാർ മാത്രമല്ല നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തു തന്ന നമ്മുടെ പൂർവികരായ ആരെല്ലാം ഉണ്ടോ അവർക്കൊക്കെ വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വെളിച്ചമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികരായ നമ്മുടെ പരമ്പര ആരൊക്കെയുണ്ട് അവരുടെയൊക്കെ എല്ലാ മുഅ്മിനീങ്ങളായ എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മളൊക്കെ പ്രത്യേകമായിട്ട് ഹദിയ ചെയ്യുക. നമുക്ക് ഒരു നഷ്ടവും ഇല്ല. വിശുദ്ധ ഖുർആനാണ് പാരായണം ചെയ്യുന്നത്. ചില ആളുകൾ പറയുന്നത് പോലെ വിശുദ്ധ ഖുർആൻ അത് ചില സ്ഥലങ്ങളിലേ പറ്റുള്ളൂ, ചില സ്ഥലങ്ങളിൽ പറ്റൂല എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വിശുദ്ധ ഖുർആൻ അത് നമുക്ക് ഒരു നഷ്ടവും വരില്ല. കൊടുക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ പൂർവികരായ എല്ലാവിധ മഹത്തുക്കളായ, അതുപോലെ തന്നെ എല്ലാവിധ പൂർവികരായ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തീങ്ങളായ ഒരുപാട് മുഅ്മിനീങ്ങൾ, സഹോദരി സഹോദരന്മാർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവരൊക്കെ ഹദറത്തിലേക്ക് എത്താൻ വേണ്ടി, അവരൊക്കെ ദറജകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യണം. നാം ഈ ഓതിയ വിശുദ്ധ ഖുർആന്റെ ഇതിൻ്റെ ഒരു മിസ്ര സവാബ് അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ, അവരുടെ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. അതിനൊന്നും ഒരു തടസ്സമില്ല, നമുക്കൊരു നഷ്ടമില്ല. ഒരു നിയ്യത്ത് മനസ്സുകൊണ്ടൊന്ന് കരുതിയാൽ മതി. എല്ലാ മുഅ്മിനീങ്ങളായ എല്ലാ ആളുകളിലേക്കും എത്താൻ വേണ്ടി ഞാനിതാ ഹദിയ ചെയ്യുന്നു എന്നുള്ള ആ ഒറ്റ നിയ്യത്ത് മനസ്സിലൊന്ന് കരുതിയാൽ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെ ഹദറത്തിലേക്കും എത്തുകയാണ്. കൊടുക്കുന്നവൻ അല്ലല്ലേ, പിന്നെ നമ്മളെന്തിനാ ഈ പിശുക്ക് കളിക്കണേ? ചില ആളുകൾ മരിച്ച ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മരണപ്പെട്ട വീട്ടിൽ മരണപ്പെട്ട ആ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. ഇനി ഒന്നും പോട്ടെ, ഈ വിശുദ്ധ ഖുർആന്റെ ഓതിയതിന്റെ മിസ്ര സവാബ് അവർക്ക് എത്തിയാലും എത്തിയിട്ടില്ലെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതുന്ന സ്ഥലം അത് പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമാണ്, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എവിടെ വെച്ചുകൊണ്ട് ഓതിയാലും, ഓതാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്, അത് മലിനമാക്കപ്പെട്ട സ്ഥലങ്ങൾ, അവിടെ വെച്ചുകൊണ്ട് ഓതാൻ പാടില്ല. ഒരു മയ്യത്ത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ മലിനുണ്ടോ? ഉദാഹരണത്തിന് ബാത്റൂമിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വിശുദ്ധ ഖുർആൻ ഓതാനോ കൊണ്ടുപോകാനോ ഒന്നും അവിടെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എത്രത്തോളം നമ്മൾ ദിക്റുകളൊക്കെ ചൊല്ലുന്ന സമയത്ത്, പ്രത്യേകിച്ച് ബാത്റൂമിലേക്ക് പോകുന്നതിന് മുമ്പാ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്. അത് പോകുന്നതിന് മുമ്പാ ചൊല്ലേണ്ടത്. അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം, പുറത്തിറങ്ങിയതിന് ശേഷം ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി എന്ന് ചൊല്ലുക. ഇത് പുറത്തിറങ്ങിയതിന് ശേഷമാണ്. അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖ് വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. ഇതും അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന്, അവിടെ നിന്ന് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എവിടെ നിന്ന് അങ്ങാടിയിൽ നിന്ന് ഒരാൾ ഖുർആൻ ഓതുകയാണ് എന്നും തടസ്സമുണ്ടോ? അല്ലെങ്കിൽ ഒരാൾ ഷോപ്പിൽ പോയി അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, എല്ലാം ആർക്കും ശല്യാത്ത രൂപത്തിൽ എന്ത് ചെയ്യാം ഖുർആൻ ഓതാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു മംഗലപ്പരി പോയി അവിടെ പോയിട്ട് വിശുദ്ധ ഖുർആൻ ഓതാൻ എന്തെങ്കിലും തടസ്സം? ഒരു തടസ്സവുമില്ല. ഒരു വിജനമായ സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പള്ളിയിൽ പോയി, അല്ലെങ്കിൽ മദ്രസയിൽ പോയി, അല്ലെങ്കിൽ വേറെ എവിടുന്ന് പോയാലും വിശുദ്ധ ഖുർആൻ ഓതുന്ന സ്ഥലങ്ങൾ മുഴുവനും പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമാണ്.
അപ്പൊ നമ്മള് ഇനി അവരേക്ക് അങ്ങനെ പിശുക്കുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ ഓതുന്ന സ്ഥലം അത് പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമാണ്, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും മരണപ്പെട്ട ആളുകളുടെ ആ ഒരു വീട്ടിൽ ഓതുകയാണെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അവിടെ മരിച്ച വീടോ മരിക്കാത്ത വീടോ എന്നുള്ള കണക്കുണ്ടോ? റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങും. ആ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു നാട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങാൻ നമുക്ക് മാത്രമാണോ? ഇവിടെയുള്ള ഈ റഹ്മത്ത് ചൊരിയുകയാണെങ്കിൽ, ഈ നാട്ടിൽ റഹ്മത്ത് ചൊരിയുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് ഇന്നാൾക്ക് കൊടുക്കും ഇന്നാൾക്ക് കൊടുക്കില്ല എന്നൊന്നുമില്ല. അവിടെ അള്ളാഹുവിന്റെ മഴ അത് റഹ്മത്താണ്. ആ റഹ്മത്ത് ഇറങ്ങുമ്പോൾ ഇവിടെ ഈ നാട്ടിലേക്ക്, നമ്മളെ ഈ നാട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് ഇന്ന നാട്, അവിടെ മുസ്ലിമിന്റെ വീട്ടിലേക്ക് റഹ്മത്ത്, മറ്റാളുടെ വീട്ടിലേക്ക് റഹ്മത്തില്ല, അങ്ങനെ കണക്കുണ്ടോ? ഇല്ല. റഹ്മത്ത്, ചില റഹ്മത്തുകൾ അങ്ങനെയാണ്, ഓരോരുത്തർ പ്രത്യേകമായിട്ട് കൊടുക്കുന്ന റഹ്മത്തുകൾ. എന്നാൽ പൊതുവായിട്ട് കൊടുക്കുന്ന റഹ്മത്തുകൾ അത് എല്ലാ ആളുകൾക്കും, അവിടെ കിട്ടുന്ന അവിടെയുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെ ഒരു ഫലം കിട്ടും. ഒന്നും വേണ്ട, വിശുദ്ധ ഖുർആൻ നമ്മളൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വേറെ ആളുകൾ ആരും തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ഓത്ത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അതിന്റെ പ്രതിഫലം ലഭിക്കല്ലേ? മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഓതുന്ന സദസ്സ് അത് പുണ്യമാക്കപ്പെട്ട സദസ്സാണ്. ആ സദസ്സിൽ ഒരാൾ വെറുതെ വന്നിരുന്നാണ്, അവിടെ ഇരിക്കുമ്പോൾ അതിന്റെ ഒരു ഫലം അവർക്കും കിട്ടുകയാണ്. വിശുദ്ധ ഖുർആൻ കേൾക്കലും അല്ലേ, ആ വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം നല്ല അതോടുകൂടി ഇരിക്കുമ്പോൾ ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് അവിടെ കൂടിയ ആളുകൾക്ക് കിട്ടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മയ്യത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതുമ്പം അത് സ്വാഭാവികമായിട്ടും അതിന്റെ ആ ഒരു റഹ്മത്ത് ഈ മയ്യത്തിന് കിട്ടുമെന്ന് ഉറപ്പല്ലേ? പിന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ വിശുദ്ധ ഖുർആനോ മരിച്ച ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട്, ആളുകളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറയണം. അപ്പയേ അത് ഓതാതിരിക്കാൻ പാടുകയുള്ളൂ. അല്ലാത്ത സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന സമയത്ത് ഓതാൻ പാടില്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഇന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് അവിടെ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേ സ്ഥാനത്ത് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഈ മരിച്ച ആളുടെ അടുത്ത് നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെങ്കിലും ഏതെങ്കിലും നിലക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒരു നിലക്കും പറഞ്ഞിട്ടില്ല. പിന്നെ പുത്തനാശയക്കാരായ ആളുകൾ പറയുന്ന ഒരു വിഷയമാണ് നമ്മൾ ഓതുന്ന ഖുർആൻ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അവർ പറയുന്ന ഒരു വിഷയം ഒന്ന് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അതൊരു വിഷയമാണ്. മറ്റൊരു വിഷയം, മരിച്ച ആളുകൾ അടുത്ത് വരും അവിടെ വെച്ചുകൊണ്ട് ഓതുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മറ്റെന്തെങ്കിലും പത്രങ്ങളോ മറ്റോ ഒക്കെ വായിക്കുക, അതാണ് നല്ലതെന്നുള്ളതാണ്. എത്രത്തോളം പമ്പര വിഡ്ഢിത്തരമാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സ്ഥലം അത് റഹ്മത്തിന്റെ സ്ഥലം, റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പൊ അതിന്റെ ഒരു ഫലം അവിടെ കിട്ടും. പിന്നെ വേണമെങ്കിൽ കൊടുക്കാക്കെ വിശുദ്ധ ഖുർആൻ ഓതണയിൽ അതൊരു തടസ്സമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ മനുഷ്യന്മാരെ പിഴപ്പിക്കുന്ന ഒരുപാട് പുത്തനാശയക്കാരായ ആളുകളുണ്ട്. അപ്പൊ അവരിലൊന്നും ഒരു കാരണവശാലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അപ്പോ അത്തരം ആളുകളെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോ അമലുകളും മുടക്കുകളായ ഇബ്ലീസിനേക്കാൾ വലിയ മനുഷ്യരെ പിഴപ്പിക്കുന്ന ആളുകൾ, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. നമ്മൾ അതിൽ പെട്ടുപോകാനും പാടില്ല. നമ്മുടെ മക്കളെ പ്രത്യേകം ആ ഒരു കാര്യത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തണം. അത്തരം ആളുകളുടെ വാക്കുകൾ കേൾക്കുകയും ചെയ്യരുത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മദ്രസ ഖുർആൻ പഠന സഹി എന്ന നമ്മുടെ ഈ ചാനലിലുള്ള പ്രേക്ഷകരായ മുഴുവൻ സഹോദരന്മാരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചുകൊണ്ട് വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പാവപ്പെട്ട നമ്മുടെ പ്രേക്ഷകരായും അല്ലാത്തവരുമായ ഒരുപാട് സഹോദരന്മാർ സ്റ്റാറ്റസുകളൊക്കെ വെക്കുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അത് ഏത് വ്യക്തിയുടേതാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറയുന്ന വിഷയം എന്താണെന്നുള്ളതല്ല. അത് ചേകന്നൂരിനെ പോലത്തെ
അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതുപോലത്തെ ഒരുപാട് ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ നല്ല കാര്യങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ചേകന്നൂരിനെ പിന്നെ പിടിച്ച് നമ്മൾ പൊന്തിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുപോലെ ഏതെങ്കിലും വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നന്മ ചെയ്ത് ഏതെങ്കിലും പിന്നെ ഒന്ന് രണ്ട് വിഷയങ്ങൾ നല്ലത് പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ വേറെ പുത്തനാശയം കടത്തി കൂട്ടിയിട്ട് പല വിഷയങ്ങളും പറയുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ അത്തരം ആളുകളെ നമുക്ക് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളുടേത് മാത്രമേ നമ്മൾ സ്റ്റാറ്റസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഒരുപാട് പുതിയതായ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവളെ ഏതെങ്കിലും ഒരു ഉമ്മാനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അല്ലെങ്കിൽ ഉപ്പാനെ കുറിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഖബറിനെ കുറിച്ച് അല്ലെങ്കിൽ മരണത്തെ കുറിച്ച് പറയുമ്പോൾ അതിങ്ങനെ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ആ ഒരു ഫീലിങ്ങോടുകൂടെ നമ്മൾ സ്റ്റാറ്റസ് വെക്കുകയാണ്. അത് പുത്തനാശയക്കാരുടേതാണെങ്കിൽ ഈ പ്രസംഗം കേട്ടിട്ട് പല ആളുകളും അത് പിന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ആ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യും, ഇത് ഏതാ പ്രസംഗം എന്ന് വിചാരിച്ചു കാണും, അതിന്റെ ബാക്കി കേൾക്കാൻ വേണ്ടി. അപ്പോ സ്വാഭാവികമായിട്ടും ആ പ്രസംഗം കേട്ട് അവസാനം ആ പ്രസംഗത്തില് പറയുന്ന വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിലക്ക് പുത്തനാശയത്തിലേക്ക് യഥാർത്ഥ സുന്നിയായിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഒരു സഹോദരിയെ അല്ലെങ്കിൽ സഹോദരനെ വഴിപ്പിയപ്പിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു വർത്തമാനം അതുവരെ നല്ല രൂപത്തിൽ പോയിരുന്നത് പിന്നെ പുത്തനാശയത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ പുത്തനാശയം മെല്ലെ മെല്ലെ ഇങ്ങനെ എന്ത് ചെയ്യും, പിന്നെ മെല്ലെ മെല്ലെ ചെറിയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അവനെ വസ്വാസുണ്ടാക്കി അവസാനം പുത്തനാശയത്തിലേക്ക് പോകുന്ന ഒരു പ്രവർത്തനം ഇന്ന് നമ്മുടെ നാട്ടിൽ അത് പല ആളുകളിലും കണ്ടുവരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായിക്കൊണ്ട് അടിയറച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സെപ്പോഴും നല്ലത് ചെയ്യാൻ ഒരു പിന്നോട്ട്, അത് അതിന്റെ പ്രകൃതി അങ്ങനെയാണ്. അത് ഇബ്ലീസിന്റെ പണി അങ്ങനെയാണ്. നേരെ മറിച്ച് വല്ല തിന്മയുമാണെങ്കിൽ അതിന്റെ പിന്നാലെ കൂടാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പൊ അതുപോലെ പുത്തനാശയത്തിലേക്ക് ഒരാളെ വലിച്ചിടാൻ ഒരു പണിയില്ല. യഥാർത്ഥ സുന്നിയായിട്ട് നിൽക്കണമെങ്കിൽ അത് ഉറച്ച ഈമാനോടുകൂടെ നിൽക്കുന്നവരാകണം. നമ്മുടെ ഈമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഒരു ഈമാനാകാൻ പാടില്ല. നമ്മുടെ ഈമാൻ സംരക്ഷിക്കേണ്ട ബാധ്യത അത് നമുക്കാണ്. നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ മക്കളെ വിഷയങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ ഈമാൻ തെറിച്ചു പോകുന്നത്, അത്തരം സാഹചര്യങ്ങളിലേക്ക് പെട്ടുപോകുന്നത്, അത് വളരെയധികം നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നമുക്കാരോടും വെറുപ്പില്ല. പുത്തനാശയക്കാരായ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് പോലത്തെ ആളുകൾ അവരുടെ ആശയത്തെയാണ് നമുക്ക് വെറുക്കുന്നത്. വ്യക്തിപരമായിട്ട് നമുക്ക് ആരോടും വെറുപ്പില്ല, വെറുപ്പുണ്ടാകാനും അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മളുടെ വെറുപ്പ് അത് പുത്തനാശയത്തെ, ആ ഒരു ആശയം നമ്മൾ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ഒരു വെറുപ്പ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതും ശരിയാണ്, ഇതും ശരിയാണ്, പിന്നെ ഏതാ ശരി? യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് യഥാർത്ഥ മുഅ്മിനായിട്ട് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കണമെങ്കിൽ അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയറച്ചുകൊണ്ട് നിന്നാൽ മാത്രമേ അവൻക്ക് യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. യഥാർത്ഥ വിശ്വാസിയാവണമെങ്കിൽ ആ ഒരു രൂപത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സ്വഹാബാ കിറാം, നമ്മുടെ തബഅ താബിഈങ്ങൾ, നമ്മുടെ ഇമാമിയങ്ങൾ, നാലാലും ഒരു മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആയി മാത്രമേ അവനെ സംബന്ധിച്ച് യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ബാക്കിയുള്ളൊക്കെ സ്വന്തമായിട്ട് ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാലത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇങ്ങനെ ആളുകളെ വിശ്വാസം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് ആളുകൾ ഇങ്ങനെ പേപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായിട്ട് പുത്തനാശയക്കാർ മാറിയിട്ടുണ്ട്. ആ ഒരു വിഭാഗം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അയൽവാസികളുണ്ടാവും, കൂട്ടുകാരുണ്ടാവും, കുടുംബക്കാരൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ആശയം, ആ ആശയത്തിൽ നമ്മുടെ അടയുറച്ചുകൊണ്ട് നിൽക്കുന്നവരായിട്ട് മാറണം. ഏതെങ്കിലും ഒരാൾ വന്നിട്ട്, വേണ്ടപ്പെട്ട ആരെങ്കിലൊക്കെ വന്നിട്ട് നമ്മൾ പിന്നെ ഒരു ആണ്ടിൻ്റെ ദിവസം ഒന്ന് നമ്മൾ മൗലിദ് കഴിക്കുകയാണ്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാണ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ വളരെയധികം ഏതെങ്കിലും ഒരാൾ വന്നിട്ട് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞുകാണ്ട് നമ്മുടെ വിശ്വാസം അത് നമ്മൾ ഉറപ്പിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മസാറുകൾ സന്ദർശിക്കുന്ന സമയത്ത് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിലാണ്. അള്ളാഹുവിനോടുള്ള ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളത് അത് നമ്മുടെ ഖൽബിലാണ്.
എല്ലാ കാര്യവും നമ്മൾ ഒരാൾ സഹായം ചോദിക്കുകയാണ്, അതിന്റെ സഹായം ഒരാൾ ചോദിക്കുമ്പോൾ ആ സഹായം നൽകുന്നവനാരാ? അത് അല്ലാഹുവാണ്. അതിന് യാതൊരു സംശയം ഇല്ല. നമ്മൾ മസാറുകൾ സന്ദർശിക്കുന്ന സമയത്ത്, മക്ബറുകൾ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് ദുആ ചെയ്യുമ്പോൾ ഈ ദുആ ചെയ്യുന്നതും പലപ്പോഴും നമ്മളെ വസ്വാസം ഉണ്ടാക്കുന്ന ചില പുത്തനാശയക്കാരായ ആളുകൾ, നമ്മുടെ വിശ്വാസം അത് നമ്മുടെ കൽബിലാണ്. ഒരു നമ്മളെ കൽബിലേക്ക് നോക്കിയിട്ട് പറയാം നിങ്ങളെ വിശ്വാസം അതല്ല ഇതാണെന്ന് പറഞ്ഞാൽ ഓര് പറഞ്ഞു തരാം. നമ്മുടെ വിശ്വാസം കൽബിലാണ്. അപ്പൊ നമ്മുടെ കൽബിലുള്ള എന്താണ്? മസാരകളിലുള്ള മഹാന്മാരെ മുഴുവനും സഹായിക്കും. അത് എന്തുകൊണ്ടാണ്? അത് പ്രത്യേകിച്ച് അള്ളാഹിന്റെ സഹായമാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹ് കൊടുക്കാത്ത ഇവിടെ ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് ആർക്കാ സംശയമുള്ളത്? പിന്നെ എങ്ങനെ ഓരോന്ന് പ്രത്യേകമായിട്ട് അള്ളാഹ് തരുന്നതാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എല്ലാം നിയന്ത്രിക്കുന്നവനാ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത് കൂടുതൽ പറഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ഈമാൻ തെറിച്ചു പോകുന്നത് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈമാൻ ഇല്ലെങ്കിൽ അത് തലയില്ലാത്തതുപോലെയാണ്. ബാക്കിയുള്ള കൊണ്ടായിരിക്കും കാര്യമില്ല, ഒന്നും കാര്യമില്ല. തലഞ്ഞെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ നിസ്കരിച്ചു, കുറെ നോമ്പ് വെച്ചു, കുറെ പിന്നെ സുന്നത്തുകൾ ചെയ്തു, അവിടെ ഒന്നും ഒരു കാര്യമില്ല. വിശ്വാസം ഇല്ലെങ്കിൽ, വിശ്വാസം ഉറപ്പില്ലെങ്കിൽ ആ പ്രവർത്തനം മുഴുവനും നിഷ്ഫലമാണ്. ഇപ്പൊ അടുത്തൊരു പ്രസംഗം കേൾക്കുകയുണ്ടായി. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ഇങ്ങനെ മഹത്ത് ഇങ്ങനെ പറയുന്നു. അവരെന്തെങ്കിലും ചെയ്യുന്നില്ല, നന്മകൾ ചെയ്യുന്നുണ്ടോ? നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്മൾ നന്മകൾ ചെയ്യുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരു പിന്നെ പുത്തനാശയത്തെ നമ്മൾ എതിർക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനം നോക്കിയിട്ടല്ല. യഥാർത്ഥ വിശ്വാസിയാവണമെങ്കിൽ അതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരാൾ ഒരു സ്വതക്കയുണ്ട്, ധാരാളം സ്വതക്ക ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ധാരാളം ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അവൻ്റെ പേര് ബാലേട്ടെന്നാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരാണെങ്കിൽ അതിന് ബന്ധ തടസ്സം എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷെ നമ്മൾ ഈ കൊടുക്കുന്നതിലല്ല, നമ്മളെ വിശ്വാസം നോക്കിയിട്ടാണ്. അപ്പൊ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ, മുജാഹിദിന്റെ ആളുകൾ അവർ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടാവും എന്ന് കരുതിയിട്ട് അവരാണ് ശരിയെന്ന് പറയാൻ പറ്റില്ല. അവർ വിശ്വാസം ശരിയാവാതെ എന്ത് പ്രവർത്തനം ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ നമ്മൾ ആ ഒരു വിഷയം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു നിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലായിക്കൊണ്ട് അടിയറച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലും വിഷമിപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ പറഞ്ഞതല്ല. നമ്മുടെ പ്രേക്ഷകരായ ആളുകൾ ഏതെങ്കിലും ഈ വിഭാഗങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. നീ കേട്ടതുകൊണ്ട് ആരെങ്കിലും നീ ലെഫ്റ്റ് അടിച്ച് വളരുന്ന യാതൊരു പ്രയാസവും. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ആരെങ്കിലും പോണവർക്ക് പോവാം, വരുന്നവർക്ക് വരാം. ഇവിടെ പഠിക്കാൻ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നിൽക്കാം, അല്ലാത്തവർക്കൊക്കെ പോവാം. അതിന് യാതൊരു തടസ്സവും ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഈമാനാണ് അത്. നമ്മളെ ഖബറിലേക്ക് പോകും, നമ്മളെ കൂടെ നമ്മളെ ഉണ്ടാവുള്ളൂ. നമ്മുടെ അമൽ നമ്മളെ കൂടെ ഉണ്ടാവും. ആ അമൽ കൂടെ ഉണ്ടാണെങ്കിൽ വിശ്വാസം ഇല്ലാത്തൊരു അമൽ നമ്മളെ കൂടെ ഉണ്ടാവില്ല. ഖബറിലേക്ക് വെച്ചോണ്ട് കാര്യമില്ല. അവൻ്റെ പേര് മുഹമ്മദാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഖബർ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ വിശ്വാസം ഇല്ലാത്ത, പിന്നെ വിശ്വാസം തലയില്ലെങ്കിൽ പിന്നെ അവനോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഇങ്ങനെ കൈമാറി വന്ന ആ ഒരു വിശ്വാസം, അങ്ങനെ നമുക്ക് പൂർവികരായ ആളുകളിലൂടെ നമുക്ക് കിട്ടിയ ഈ ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസം നമ്മളൊക്കെ അടിയുറച്ചുകൊണ്ട് ജീവിക്കണം. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ അടിയറച്ചുകൊണ്ട് നമ്മുടെ പൂർവികരായ നമ്മുടെ ഉസ്താദുമാർ ഇങ്ങനെ കൈമാറി വന്ന ആ ഒരു പരമ്പര നമ്മൾ ഉറപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സുന്നിയായിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ നിന്നും ഒരുപാട് ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ഖബറിലേക്ക് ഇതിനെ മിസ്ല സവാബിന് എത്തിച്ചു നൽകി അവർക്ക് സന്തോഷം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, റാഹത്തോടെ, സന്തോഷത്തോടു കൂടെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖിയായിക്കൊണ്ട് യഥാർത്ഥ മുഖ്ലിസീങ്ങളിൽ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊരിച്ചുകൊണ്ട് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നമ്മുടെ നേതാവായ അഷ്റഫുൽ വറാമുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു പൂമുഖം കണ്ടുകൊണ്ട് മരണപ്പെടാൻ റഹ്മാനേ റബ്ബേ നീ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
നീ തൗഫീഖ് നൽകണ റഹ്മാനെ, നീ തൗഫീഖ് നൽകണ റഹ്മാനെ. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ വിശുദ്ധ ഖുർആനും മറ്റുള്ള കർമ്മങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ടാവുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യുന്നത് റഹ്മാനെ റബ്ബെ, ആ സ്വർഗീയ ലോകത്ത് വെച്ചുകൊണ്ട് നിന്നെ കാണാനുള്ള ആ ഒരു വലിയ മഹത്തായ സൗഭാഗ്യം, ഇതിനു വേണ്ടിയാണ് നമ്മളൊക്കെ ഈ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് റഹ്മാനെ റബ്ബെ. ആ ലിഖാ നമ്മുടെ നേതാവിൻ്റെ അരികത്ത് നിന്നുകൊണ്ട് റഹ്മാനെ റബ്ബെ നിന്നെ കാണാനുള്ള സൗഭാഗ്യം നീ നൽകണേ അല്ലാഹ്. നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഈമാൻ തെറിച്ചു പോകുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കൾ റഹ്മാനെ റബ്ബെ, മക്കൾ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർ റഹ്മാനെ റബ്ബെ, ഞങ്ങളെ കൂട്ടുകാർ, കുടുംബക്കാർ, അയൽവാസികൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരെയും നീ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളായിട്ട് മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ അനുഗ്രഹിക്കണം റഹ്മാനെ, നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാനെ റബ്ബെ നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ, നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. آمين برحمتك يا أرحم الراحمين. إن شاء الله നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഓതിയിട്ട് അവസാനിപ്പിക്കാം. بسم الله الرحمن الرحيم. ولقد جئتمونا فرادا كما خلقناكم أول مرة وتركتم ما خولناكم وراء ظهوركم وما نرى معكم شفعاءكم الذين زعمتم أنهم فيكم شركاء لقد تقطع بينكم وضل عنكم ما كنتم تزعمون. إن الله فالق الحب والنوى يخرج الحي من الميت ومخرج الميت من الحي ذلكم الله فأنا تؤفكون. فالق الإصباح وجعل الليل سكنا والشمس والقمر حسبانا ذلك تقدير العزيز العليم. وهو الذي جعل لكم النجوم لتهتدوا بها في ظلمات البر والبحر قد فصلنا الآيات لقوم يعلمون. وهو الذي أنشأكم من نفس واحدة فمستقر ومستودع قد فصلنا الآيات لقوم يفقهون. وهو الذي أنزل من السماء ماء فأخرجنا به نبات كل شيء فأخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان مشتبها وغير متشابه. انظروا إلى ثمره إذا أثمر وينعه إن في ذلكم لآيات لقوم يؤمنون. وجعلوا لله شركاء الجن وخرقوا له بنين وبنات بغير علم سبحانه وتعالى عما يصفون. بديع السماوات والأرض أنى يكون له ولد ولم تكن له صاحبة وخلق كل شيء وهو بكل شيء عليم. ذلكم الله ربكم لا إله إلا هو خالق كل شيء فاعبدوه وهو على كل شيء وكيل.
لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير قد جاءكم بصائر من ربكم فمن أبصر فلنفسه ومن عمي فعليها وما أنا عليكم بحفيظ وكذلك نصرف الآيات وليقولوا درست ولنبينه لقوم يعلمون اتبع ما أوحي إليك من ربك لا إله إلا هو وأعرض عن المشركين ولو شاء الله ما أشركوا وما جعلناك عليهم حفيظا وما أنت عليهم بوكيل ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم كذلك زينا لكل أمة عملهم ثم إلى ربهم مرجعهم فينبئهم بما كانوا يعملون وأقسموا بالله جهد أيمانهم لئن جاءتهم آية ليؤمنن بها قل إنما الآيات عند الله وما يشعركم أنها إذا جاءت لا يؤمنون ونقلب أفئدتهم وأبصارهم كما لم يؤمنوا به أول مرة ونذرهم في طغيانهم يعمهون صدق الله العلي العظيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم